പെരുന്നാളിനൊക്കെ വീട്ടിലേക്ക് പിറ്റേ ദിവസമായിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അമ്മ വിളിച്ചിട്ട് ചോദിക്കും എന്താണ് ഉച്ചക്ക് ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ ഞാൻ പറയും ഒന്നും ഉണ്ടാക്കണ്ട, ബിരിയാണി നെയ്ച്ചോറ് ഒന്നും വേണ്ട, തേങ്ങാച്ചോറ് മതി എന്ന് പറയും കേട്ടോ. ഉമ്മാൻ്റെ ഈ ഒരു തേങ്ങാച്ചോറും ബീഫ് കായൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഗ്രേവി, പിന്നെ കുറുകിയിട്ടുള്ള ആ ഒരു കൂട്ടാനും, അതുപോലെ തന്നെ കുമ്പളങ്ങയും പരിപ്പ് കറി അല്ലെങ്കിൽ പരിപ്പും കിഴങ്ങ് കറി പുള്ളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് മതിയെന്ന് പറയട്ടെ. അപ്പോൾ ബിരിയാണി വെക്കണ്ടേ നെയ്ച്ചോറ് വെക്കണ്ടേ എന്നൊക്കെ ചോദിക്കൂട്ടോ. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറയും. അപ്പോൾ ഇതാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ അധികം ഉണ്ടാക്കാറുള്ളത്. പിന്നെ കേബേജ് തോരനും പപ്പടും അതെന്തായാലും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നാനായിട്ട് ഇതായിരിക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതിൻ്റെ ആ ഒരു സന്തോഷം, ആ ഒരു വൈബ് വേറെ തന്നെയാണല്ലേ. പിന്നെ നമ്മൾ ചോറൊക്കെ തിന്നു കഴിഞ്ഞതിന് ശേഷം കൂടെ നമുക്ക് ചെറുപയർ പരിപ്പ് പായസം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ബീഫും തേങ്ങാച്ചോറും കുഴച്ച് തിന്നാൻ കിടുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണത്. അപ്പുറത്ത് വീട്ടിലവർ പടക്കം പൊട്ടിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ടാറ്റാ.